ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ സമ്മറി പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾസോ Q&A കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് സമ്മപ്പ് ചെയ്യാം എല്ലാതും. സോ ട്രേഡ് പോളിസി എൻകംപസസ് ഓൾ ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് ഗവൺമെൻറ് മേ യൂസ് ടു പ്രൊമോട്ട് ടു റെസ്ട്രിക്റ്റ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്. ഓക്കെ, അപ്പോൾ ട്രേഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതലായിട്ട് ഈ ചാപ്റ്ററിൽ പറഞ്ഞതല്ലേ. കൂടുതലായിട്ടും ആരെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? ഇമ്പോർട്ടിനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിന് എപ്പോഴും ഇഷ്ടം ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും ഡൊമസ്റ്റിക് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് കൂട്ടാനും അതുവഴി GDP കൂട്ടാനും അതുവഴി ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് പീപ്പിൾ കൂട്ടാനൊക്കെയാണ്. ട്രേഡ് പോളിസീസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈസ് റിലേറ്റഡ് മെഷേഴ്സ് ഉണ്ട്, സച്ച് ആസ് താരിഫ് ആൻഡ് നോൺ പ്രൈസ് മെഷേഴ്സ്, നോൺ താരിഫ് മെഷേഴ്സ് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ട്രേഡ് പോളിസിനെ രണ്ടായിട്ട് തിരിക്കാം. പ്രൈസ് റിലേറ്റഡും ഉണ്ട്, നോൺ പ്രൈസ് മെഷറും ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസ് റിലേറ്റഡ് മെഷർ എന്ന് പറഞ്ഞാൽ താരിഫാണ്, ടാക്സാണ് പ്യുവർലി, ദാറ്റ് ഇസ് അഡ്വലോറം അതുപോലുള്ള പെർസെൻറ്റേജിലുള്ളതും പിന്നെ മിക്സ്ഡും പിന്നെ ഫസ്റ്റത്തെ സ്പെസിഫിക് അല്ലേ, കോമ്പൗണ്ട് താരിഫ്. ഓക്കെ 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 അതാണ്. പിന്നെ നമ്മൾ പറയുന്നത് നോൺ പ്രൈസ് മെഷേഴ്സാണ്, ലൈക്ക് റൂൾസ്, റെഗുലേഷൻസ്, പേപ്പർ വർക്ക്സ് ആൻഡ് എവറിത്തിങ്. മാൻഡേറ്ററി തിങ്സ് ഉണ്ടാവുമല്ലോ, ലൈസൻസ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് എവറിത്തിങ്. അതാണ് നോൺ പ്രൈസ് മെഷേഴ്സ് അല്ലെങ്കിൽ നോൺ താരിഫ് മെഷേഴ്സ്, നോൺ ടാക്സ് മെഷേഴ്സിൽ പറയുന്നത്. അപ്പം നെക്സ്റ്റ് ഇനി എന്താണ് താരിഫ്? താരിഫ് ആർ ഓൾസോ നോൺ ആസ് കസ്റ്റം ഡ്യൂട്ടി ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ഫിനാൻഷ്യൽ ചാർജ് ഇൻ ദ ഫോം ഓഫ് എ ടാക്സ് ആൻഡ് ഇമ്പോസ്ഡ് അറ്റ് ദ ബോർഡർ ഓഫ് ഗുഡ്സ് ഗോയിങ് ഫ്രം വൺ കസ്റ്റംസ് ടെറിട്ടറി ടു അനദർ. ഓക്കെ, പിന്നെ താരിഫ് ആർ ദ മോസ്റ്റ് വിസിബിൾ ആൻഡ് യൂണിവേഴ്സലി യൂസ്ഡ് ട്രേഡ് മെഷർ. ഓക്കെ, അപ്പോൾ വിസിബിൾ മെഷർ ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അത് താരിഫാണ്. പക്ഷേ ഇൻവിസിബിൾ മെഷർ ഏതാണ്? നോൺ താരിഫ് മെഷേഴ്സ് ആണ്. താരിഫിന് കസ്റ്റം ഡ്യൂട്ടി ആണ്. പിന്നെ സ്പെസിഫിക് താരിഫ് ഇസ് എൻ ഇമ്പോർട്ട് അസൈൻ എ ഫിക്സ്ഡ് മോണിറ്ററി ടാക്സ് പെർ ഫിസിക്കൽ യൂണിറ്റ് of the good imported various and ad valorem tariff is levied as a constant percentage of the constant എന്ന് പറയാൻ കാരണം ഇന്ന പ്രൊഡക്റ്റിന് 8% ടാക്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ഒരു ഇയറിലൊക്കെ ഫിക്സ്ഡ് ആണ്. ദ മോണിറ്ററി വാല്യൂ ഓഫ് 1 യൂണിറ്റ് ഓഫ് ദ ഇമ്പോർട്ടഡ് ഗുഡ്. അപ്പോൾ ഒരു യൂണിറ്റിന് ഇന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞതാണ് ad valorem. ഇനി മിക്സ്ഡ് താരിഫ് ആർ എക്സ്പ്രസ്ഡ് ഐദർ ഓൺ ദ ബേസിസ് ഓഫ് ദ വാല്യൂ ഓഫ് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ്, ദാറ്റ് ഇസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്, അത് അഡ്വലോറത്തിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, വാല്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓർ കാരണം കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ വാല്യൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്, പേഴ്സൻറ്റേജ് എന്നല്ല പറഞ്ഞിരുന്നത് എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഡൗട്ട് വരരുത്. ഇപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാലും അഡ്വലോറം റേറ്റ് ആണ്. ഓർ ഓൺ ദ ബേസിസ് ഓഫ് യൂണിറ്റ് ഓഫ് മെഷർ ഓഫ് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ്. അപ്പോൾ യൂണിറ്റ് ഓഫ് മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ പറയുക, ദാറ്റ് ഈസ് ഒരു യൂണിറ്റ്, പെർ യൂണിറ്റിനൊക്കെ പറഞ്ഞാൽ അത് എ സ്പെസിഫിക് ഡ്യൂട്ടിയാണ് ഡിപ്പെൻഡിങ് ഓൺ ഡിസൈഡ് ഇയേഴ്സ്. അപ്പോഴില്ലേ ഇതേ പോയിന്റ് തന്നെയാണ് ഈ സമ്മറിയിൽ ഇതേ പോയിന്റ് തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടോ, അതേ ക്വസ്റ്റ്യൻ ഇതേ പോയിന്റ് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. അപ്പം സമ്മറിയിൽ നിന്ന് ഡയറക്റ്റ്ലി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമ്മറി ആരും വായിക്കാണ്ട് പോരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് താരിഫ് എന്ന് പറഞ്ഞാൽ ഐദർ എന്നാണ് അല്ലെങ്കിൽ ഓറാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ പേഴ്സൻറ്റേജ്, അല്ലാന്നുണ്ടെങ്കിൽ യൂണിറ്റ് പെർ സ്പെസിഫിക്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഇട്ട് എടുക്കുക. ഡിപ്പെൻഡിങ് ഓൺ എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഏറ്റവും ഡിസൈഡ് yields എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയർ ഇൻകം കിട്ടുന്നതാണ് നമ്മൾ ചൂസ് ചെയ്യുക കേട്ടോ. ഇതിൽ രണ്ടിലും വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് കൂടുതലായിട്ടും ഇൻകം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ്റിന്, അതാണ് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് ആണ് കോമ്പൗണ്ട് താരിഫ്. കോമ്പൗണ്ട് ഡ്യൂട്ടി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആൻ ad valorem ആൻഡ് ഈ സ്പെസിഫിക് താരിഫ്. ഇപ്പോൾ രണ്ടും വേണം, ഇത് രണ്ടും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കോമ്പൗണ്ട് താരിഫിൽ കോമ്പിനേഷനാണ്, പ്ലസ് ആണ്. ഓക്കെ, അപ്പം ആൻഡ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ബോത്ത് ദ വാല്യൂ ഓഫ് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ്, ദാറ്റ് ഈസ് ad valorem ഡ്യൂട്ടി ആൻഡ് ദ യൂണിറ്റ് ഓഫ് മെഷർ ഓഫ് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട്. ഇനി താരിഫ് റേറ്റ് കോട്ടാസ് കമ്പൈൻ ടു പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് നെയിംലി കോട്ടാസ് ആൻഡ് താരിഫ്സ്. അതറിയാലോ, ഇത്ര ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടാക്സ് അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. ആ ഒരു ലിമിറ്റിന് ചെറിയ ടാക്സ് ഉണ്ടായിരിക്കും, അത് കൂടാതെ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും ഇഫ് യു എക്സീഡ് ദ ലിമിറ്റ്. ഇനി MFN താരിഫ് ആർ വാട്ട് കൺട്രീസ് പ്രോമിസ് ടു ഇമ്പോസ് ഓൺ ഇമ്പോർട്ട്സ് ഫ്രം ഓൾ മെമ്പേഴ്സ് ഓഫ് ദ WTO unless the country is a part of the preferential trade agreement such as free trade area or customs union. പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ചില കൺട്രീസിൻ്റെ ഇടയിൽ തീരെ സീറോ താരിഫായിട്ട് തീരെ താരിഫ് വേണ്ട എന്ന് പറയും.
അതാണ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ കസ്റ്റം ഡ്യൂട്ടി റീസെൻ്റ്ലി ഉള്ള ന്യൂസിൽ കാണാമല്ലേ, ന്യൂസിലാൻഡും ഇന്ത്യയും തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ആയിന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇമ്പോർട്ട്സിനൊന്നും താരിഫ് എടുക്കണില്ല എന്നാണ് അർത്ഥം. ഇപ്പോൾ MFN എന്ന് പറഞ്ഞാൽ ഈ എല്ലാ മെമ്പേഴ്സിനും ഇന്ന ഈ ഇമ്പോർട്ടിന് താരിഫ് ഉണ്ട് എന്ന് പറയുന്നതാണ്. അപ്പം അതെന്തായാലും പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റിനേക്കാളും ഹയർ വാല്യൂ ആയിരിക്കും MFN റേറ്റ്. അപ്പം അൺലെസ് ദ കൺട്രി ഈസ് പാർട്ട് ഓഫ് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ ഏത് വരെയാണ് ഈ MFN റേറ്റ് അപ്ലിക്കബിൾ ആവുള്ളൂ. പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റിൽ ഇല്ലാത്ത കൺട്രീസിനൊക്കെയാണ് ഈ MFN ബാധിക്കുക. പ്രിഫറൻഷ്യൽ എഗ്രിമെൻറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് ഫോളോ ചെയ്യേണ്ടതുള്ളൂ. ബിക്കോസ് പ്രിഫറൻഷ്യൽ റേറ്റ് എഗ്രിമെൻ്റ് ആയിരിക്കും ഏറ്റവും ചെറിയ എമൗണ്ട്, ഏറ്റവും ചെറിയ ടാക്സ് അതിലായിരിക്കും ഉണ്ടാവുക. പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റിന് മുമ്പേ ഉള്ളതാണ് MFN താരിഫ്. പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ MFN ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ആണ് പ്രിഫറൻഷ്യൽ താരിഫ്. occurs when country imposes tariff lower than its MFN rate on another country's product. ഓക്കെ, അപ്പോൾ MFN റേറ്റിനേക്കാളും ചെറുത് താരിഫായിരിക്കും ഇമ്പോസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടേക്ക് സാധനങ്ങൾ വരുമ്പോൾ ഉള്ള താരിഫാണല്ലേ ഇമ്പോർട്ട് താരിഫ് എന്ന് പറഞ്ഞാൽ. അതിനെ പറ്റിയാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതിലുള്ളതാണ് പ്രിഫറൻഷ്യൽ താരിഫ്. അപ്പം MFN റേറ്റിനേക്കാളും ചെറുതായിരിക്കും പ്രിഫറൻഷ്യൽ താരിഫ്. ഇനി ദ ബൗണ്ട് താരിഫ് റേറ്റ് is specific to individual products and represent the maximum level of import duty that can be levied on a product imported by that member. ഇതെന്ന് പറഞ്ഞാൽ MFNലൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള റേറ്റ് ഉണ്ടാവുമല്ലോ, ആ കറക്റ്റ് റേറ്റിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ബൗണ്ട് താരിഫിനേലും കടക്കാനായിട്ട് പാടില്ല. ഇത് കൺട്രീസ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു താരിഫാണ് ബൗണ്ട് താരിഫ്. ബൗണ്ടിനേലും ചെറുതാവാം, പക്ഷെ ഒരിക്കലും അത് കടക്കാൻ പാടില്ല. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ കോമ്പൻസേഷനൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി അപ്ലൈഡ് താരിഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൊരു എമൗണ്ടൊക്കെ ഫിക്സ് ചെയ്യും ഇന്ന താരിഫ് എന്നൊക്കെ, പക്ഷെ ശരിക്കും പ്രാക്ടിക്കലി കുറവാണ് ഉണ്ടാവുക ശരിക്കും. അതുകൊണ്ടാണ് അപ്ലൈഡ് താരിഫ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. ചില കൺട്രീസ് കറക്റ്റ് ബൗണ്ട് താരിഫിനനുസരിച്ച് തന്നെ ആയിരിക്കും അപ്ലൈഡ് താരിഫ്. ചില കൺട്രീസിന് ബൗണ്ട് താരിഫിനേലും കുറച്ച് കുറവായിരിക്കും ശരിക്കുള്ള അപ്ലൈഡ് താരിഫ് എന്ന് പറഞ്ഞാൽ. അപ്പം MFN ബേസിസിൽ നോക്കുമ്പോൾ അതിൽ ആ ഒരു മെമ്പേഴ്സ്, അതായത് WTOയിലുള്ള 166 മെമ്പേഴ്സിൻ്റെയും ആ ഒരു റേറ്റ് ആണ് കേട്ടോ അവർ ഫോളോ ചെയ്യുന്ന ആക്ച്വൽ അപ്ലൈഡ് താരിഫാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. പിന്നെ എക്സ്കലേറ്റഡ് താരിഫ് സ്ട്രക്ചർ റെഫേഴ്സ് ടു സിസ്റ്റം വേർ ഇൻ ദ നോമിനൽ താരിഫ് റേറ്റ് on import of manufactured goods are higher than the nominal tariff rate on intermediate inputs and raw materials. അപ്പം ഇൻപുട്ടിനും റോ മെറ്റീരിയലിനും വളരെ തുച്ഛം താരിഫാണ്, വളരെ ലോവറാണ്. പക്ഷേ മാനുഫാക്ചർഡ് ഗുഡ്സിന് ഹയ്യർ താരിഫ് ഇട്ടിട്ട് അതിനെ ശരിക്കും ആ ഒരു ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഗവൺമെൻറ് ഒരു ആക്ഷൻ എടുക്കുന്നത്. ഗവൺമെൻറ് അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിക്കും ആ ഒരു ഫൈനൽ ഗുഡ്, മാനുഫാക്ചർ ചെയ്യാൻ വിചാരിക്കും അവരെ നാട്ടിൽ തന്നെ. അപ്പോൾ പുറമേ വരുന്ന മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഗുഡ്സിനെ എന്ത് ചെയ്യും, റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹയ്യർ താരിഫ് ഇടുന്നത്. പക്ഷെ അവർക്ക് റോ മെറ്റീരിയൽ പുറമേ തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ആ റോ മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ റോ മെറ്റീരിയലിന് വളരെ തുച്ഛം, വളരെ സ്മോൾ ആയിട്ടുള്ളൊരു താരിഫാണ് ഇടുക. ദ താരിഫ് ഓൺ ദ പ്രോഡക്റ്റ് ഇൻക്രീസസ് ആസ് ദാറ്റ് പ്രോഡക്റ്റ് മൂവ്സ് ത്രൂ ദ വാല്യൂ ആഡഡ് ചെയിൻ. അപ്പോൾ താരിഫ് ഇൻക്രീസ് ചെയ്യും എപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് ആവുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ പ്രോഡക്റ്റിൻ്റെ പൈസ ആഡ് ചെയ്തല്ല അവസാനം ഒരു ഫൈനൽ പൈസ കിട്ടുന്നത്. അപ്പോൾ ആ ഫൈനൽ മാനുഫാക്ചേർഡ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു താരിഫ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ വാല്യൂ ആഡഡ് ചെയിനൊന്നും ഇല്ലാതെ തന്നെ സാധാരണ റോ മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ, അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തീരെ പൈസ താരിഫ് കുറവാണ്. പക്ഷേ ഇങ്ങനെ വാല്യൂ ആഡഡ് ഒക്കെ ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല താരിഫ് ഉണ്ടാവും മാനുഫാക്ചേർഡ് ഗുഡ്സിന്. നമ്മളൊരു എക്സാമ്പിൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എ പ്രൊഹിബിറ്റീവ് താരിഫ് ഈസ് വൺ ദാറ്റ് ഇസ് സെറ്റ് സോ ഹൈ ദാറ്റ് നോ ഇമ്പോർട്ട്സ് വിൽ എൻറ്റർ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ഇങ്ങോട്ട് വരരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ഭയങ്കര ആയിട്ടും ടാക്സ് കൂട്ടിയിടുക എന്നുള്ളതാണ്. ഒരു ആക്ഷൻ അല്ലാണ്ട് അതേ പ്രൈസ് തന്നെ, ഇപ്പോൾ ഒരു 100 രൂപയാണ് ഒരു സാധനത്തിനെന്നുണ്ടെങ്കിൽ 100% താരിഫ്. അപ്പം 100 രൂപയും തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ മൊത്തം 200 രൂപ കൊടുക്കാം. പിന്നെ ട്രിഗർ പ്രൈസ് മെക്കാനിസംസ് ആർ ക്വിക്ലി റെസ്പോൺസസ് ഓഫ് ദ എഫക്റ്റഡ് ഇമ്പോർട്ടിംഗ് കൺട്രീസ് അപ്പോൺ കൺഫർമേഷൻ ഓഫ് ദ ട്രേഡ് ഡിസ്റ്റോർഷൻസ് ടു ഓഫ്സെറ്റ് ദ ഡിസ്റ്റോർഷൻസ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ്. ട്രിഗർ പ്രൈസസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ താരിഫ് ചുമത്തുക. എപ്പോഴാണ് അങ്ങനെ ഏതെങ്കിലും ഒരു കൺട്രി ഇങ്ങനെ അൺഫെയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മീൻസ് ഉപയോഗിച്ചിട്ട് പൊട്ട പ്രോഡക്റ്റൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഡംപ് ചെയ്യാന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ. ഡംപിങ് ഒക്യൂസ് വെൻ മാനുഫാക്ചറേഴ്സ് സെൽ ഗുഡ്സ് ഇൻ എ ഫോറിൻ കൺട്രി ബിലോ ദ സെയിൽ പ്രൈസസ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഓക്കെ,
അപ്പം സെയിൽ പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഹേർട്സ് ദ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ്. അപ്പം അങ്ങനെ വളരെ ചെറിയ വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പൂട്ടി പോകേണ്ടി വരില്ലേ. എവിടെയാണോ പ്രൈസ് കുറയുന്നത് അവിടേക്ക് ആൾക്കാർ ഓടും. സോ ദാറ്റ്സ് വൈ അവർക്ക് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതൊക്കെ കണ്ടറിഞ്ഞിട്ട് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഡൊമസ്റ്റിക് വിലയിലേക്ക് എത്തിക്കും, താരിഫൊക്കെ ഇട്ടിട്ട്. ആൻറ്റി ഡംപിങ് മെഷേഴ്സ് ആർ അഡീഷണൽ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് സോ ആസ് ടു ഓഫ്സെറ്റ് ദ ഫോറിൻ ഫേംസ് അൺഫെയർ പ്രൈസ് അഡ്വാൻറ്റേജ്. അപ്പോൾ അവർ ഇത്രയും പ്രൈസ് കുറവിന് വിൽക്കുമ്പോൾ എല്ലാവരും അവരുടെ നിന്ന് വാങ്ങും. ഇനി നെക്സ്റ്റ് ആണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് ആർ താരിഫ് ടു ഓഫ്സെറ്റ് ദ ആർട്ടിഫിഷ്യലി ലോ പ്രൈസ് ചാർജ് by the exporters who enjoy export subsidies and tax concessions offered by the governments in their home country. അപ്പം എക്സ്പോർട്ട് സബ്സിഡീസും ടാക്സ് കൺസെഷനൊക്കെ കിട്ടിയിട്ടുള്ള, അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന എക്സ്പോർട്ടിങ് കൺട്രി നല്ല വില കുറവിനാണ് നമ്മുടെ നാട്ടിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യുക. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും നാട്ടിലുള്ളവരുടെ ഡിമാൻഡൊക്കെ ഫോറിൻ ഗുഡ്സിന് പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ വില കൂട്ടും. ഡൊമസ്റ്റിക്കിൽ ഉള്ള പ്രൊഡക്റ്റിൻ്റെ അത്രയ്ക്കും വിലയിലേക്ക് ആ പ്രൊഡക്റ്റിനെ എത്തിക്കും ബൈ ദ ഗവൺമെൻറ്. ഓക്കെ, താരിഫ് ബാരിയേഴ്സ് ക്രിയേറ്റ് ഒബ്സ്റ്റാക്കിൾസ് ടു ട്രേഡ്. ഒരു സംശയമില്ല, ട്രേഡ് ചെയ്യാനൊരു തടസ്സം തന്നെയാണല്ലേ. ഫ്രീ ട്രേഡ് അല്ലല്ലോ. ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒന്നും ഡ്യൂട്ടി ഇല്ല. ഇപ്പം ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഹൈ താരിഫ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇമ്പോർട്ട് ചെയ്യൽ കുറയും. താരിഫിൻ്റെ എഫക്റ്റുകളാണ് പറയുന്നത്. റെഡ്യൂസസ് ദ പ്രോസ്പെക്റ്റ് ഓഫ് മാർക്കറ്റ് ആക്സസ്. ഫോറിൻ ഗുഡ്സിനെ ഡിസ്കറേജ് ചെയ്യുന്നതല്ലേ, അപ്പം അതിൻ്റെ ആക്സസ് കുറയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മേക്ക് ഇമ്പോർട്ടഡ് ഗുഡ്സ് മോർ എക്സ്പെൻസീവ് ആവും. ടാക്സ് അടക്കം ഇവിടേക്ക് വരുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആവും. അപ്പം എക്സ്പെൻസീവ് ആയാൽ പിന്നെ ഡിമാൻഡ് കുറയുമല്ലേ. പിന്നെ ഇൻക്രീസ് കൺസംഷൻ ഓഫ് ഡൊമസ്റ്റിക് ഗുഡ്സ്, അതാണ് മെയിൻ ഇൻറ്റൻഷൻ. ഡൊമസ്റ്റിക് കൺസംഷൻ കൂട്ടണം, ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സിൻ്റെ. ഓക്കെ, അപ്പോൾ അത് ഇതിലൂടെ സാധ്യമാണ്. പിന്നെ പ്രൊട്ടക്റ്റ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻക്രീസ് ഗവൺമെൻറ് റവന്യൂസ്. ഓക്കെ, next are non-tariff measures are policy measures other than ordinary customs tariffs and that can potentially have an economic effect on international trade in goods, changing quantities traded or prices or both. ഇപ്പം ഈ റൂൾസും ഈ പോളിസീസിനൊക്കെ ക്വാണ്ടിറ്റി ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോണതിനും നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രൈസിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റൂൾ വെച്ചിട്ട് പ്രൈസിനെയും നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മൾ പറയില്ലേ, ഇത്ര 1000 രൂപയുടെ മേലുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രൈസിനല്ലേ നിയന്ത്രിക്കുന്നത്. പിന്നെ ബോത്ത്, രണ്ട് രീതിയിലും ക്വാണ്ടിറ്റിനെയും പ്രൈസിനെയും ഒക്കെ നമുക്ക് ഈ നോൺ താരിഫ് മെഷർ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ് ആർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നിക്കൽ റെഗുലേഷൻസ്. അപ്പോൾ എന്താ ഈ ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ്? നോൺ താരിഫ് മെഷേഴ്സ് തന്നെ രണ്ട് രീതിയിലാണ്. ടെക്നിക്കൽ മെഷേഴ്സും, ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ് അല്ല, ടെക്നിക്കൽ മെഷേഴ്സും അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ മെഷേഴ്സും ഉണ്ട്. അപ്പോൾ ടെക്നിക്കൽ മെഷറിൽ വരുന്നതാണ് സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി, പിന്നെ ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡും. ഓക്കെ, ടെക്നിക്കൽ മെഷറിൽ വരുന്നതാണ് സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററിയും ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ്. അതിൽ ഈ ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ടെക്നിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നിക്കൽ റെഗുലേഷൻസ് ആണ്. ഇന്ന പ്രൊഡക്റ്റുകൾക്ക്, എല്ലാ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സിനും, എല്ലാ ചെയറിനും കാര്യങ്ങൾക്കൊക്കെ, മാനുഫാക്ചേർഡ് ഗുഡ്സിന് മുഴുവനും ISO മാർക്ക് വേണം എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കാണിക്കണം എന്നുള്ളതാണ്. ക്വാളിറ്റി അഷ്യൂറൻസ് കൊടുക്കണം എന്നുള്ളതാണ്. സോ പിന്നെ പാക്കേജ്, ലേബലിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിരിക്കണം. പിന്നെ എക്സ്പയറി കാര്യങ്ങളൊക്കെ മെൻഷൻഡ് ആയിരിക്കണം. ദാറ്റ് ഡിഫൈൻ ദ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് എ പ്രോഡക്റ്റ് ഷുഡ് ഹാവ്. ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അതിൽ ഉപയോഗിച്ച പ്രോഡക്റ്റ് എന്താണെന്നുള്ളതൊക്കെ നല്ല രീതിയിൽ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കി കൊടുക്കണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. സച്ച് ആസ് ഇറ്റ്സ് സൈസ്, ഷേപ്പ്, ഡിസൈൻ, ലേബലിംഗ്, മാർക്കറ്റിംഗ്, പാക്കേജിംഗ്, functionality or performance and production methods and excluding measures covered by the SPS agreement. ഇപ്പോൾ SPS എഗ്രിമെൻറ്റിൽ ഇല്ലാത്തതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ SPS എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഫുൾ പ്രൊഹിബിഷൻ, ബാനൊക്കെ ചെയ്യുക. എപ്പോൾ ഇങ്ങനത്തെ പെസ്റ്റും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ടെസ്റ്റിങ്ങിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യില്ലേ, ഇൻസ്പെക്ഷനൊക്കെ ആ സമയത്ത്. പിന്നെ ഈ ഫ്ലൂ ഒക്കെ വന്ന രാജ്യങ്ങളിൽ നിന്ന് ആരും മൃഗങ്ങളായാലും മനുഷ്യനായാലും ഇങ്ങോട്ട് വരരുത്, പൗൾട്രി പ്രൊഡക്ട്സ് ഒന്നും വാങ്ങരുത് എന്നുള്ള റെസ്ട്രിക്ഷൻസാണ്. മെയിനായിട്ടും ടു പ്രൊട്ടക്റ്റ് ഹ്യൂമൻ, ആനിമൽ ആൻഡ് പ്ലാന്റ് ലൈഫ്. അതാണ് ഈ SPS-ൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ SPS-ൻ്റെ ഇൻറ്റൻഷൻ. നെക്സ്റ്റ്, നോൺ ടെക്നിക്കൽ മെഷേഴ്സ് റിലേറ്റ് ടു ട്രേഡ് റിക്വയർമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഷിപ്പിംഗ് റിക്വയർമെൻറ്റ്സ്, കസ്റ്റം ഫോർമാലിറ്റീസ്, ട്രേഡ് റൂൾസ് ആൻഡ് ടാക്സേഷൻ പോളിസീസ്. നോൺ ടെക്നിക്കൽ മെഷേഴ്സ് ഞാൻ പറഞ്ഞു,
ടെക്നിക്കൽ മെഷേഴ്സും ഉണ്ട്, നോൺ ടെക്നിക്കൽ മെഷേഴ്സും ഉണ്ട്. അണ്ടർ ഇന്ത്യൻ്റെ കീഴിൽ നോൺ താരിഫ് മെഷേഴ്സിൻ്റെ കീഴിൽ രണ്ടെണ്ണം ഉണ്ട്, ടെക്നിക്കൽ മെഷേഴ്സും നോൺ ടെക്നിക്കലിലാണ് ഈ പറയുന്നത്. ഈ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രൊഡക്റ്റിന് റിലേറ്റ് ചെയ്തിട്ടാണ്. നോൺ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ ഷിപ്പിംഗ് റിക്വയർമെൻറ്റ്സ്, കസ്റ്റം ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പേപ്പർ വർക്ക്സും ട്രേഡ് റൂൾസും ടാക്സേഷൻ പോളിസീസും ഒക്കെയാണ്. ഇനി SPS മെഷേഴ്സ്